ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോഴിതാ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ തലേന്ന് വൈകുന്നേരം മുതൽ പിറ്റേന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളാട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ വീഡിയോസ് ഇരിക്കുന്നത് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, സ്റ്റോറേജ് ഫുള്ളായിട്ട്. പിന്നെ ഫോണും കുറച്ച് നേരം ക്ലിയർ ആക്കുമ്പോൾ കുറേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും തലേന്ന് വൈകുന്നേരം ചെയ്തുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നൂൽപുട്ട് വേണം പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ അവന് സുഖമില്ലാത്തതും കൂടി ആയപ്പോൾ ഞാൻ പെട്ടെന്ന് അവന് വേണ്ടിയിട്ട് നൂൽപുട്ട് ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് അപ്പൊ ഗോതമ്പ് കൊണ്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഒരു 1.5 കപ്പ് ഒരു 1.5 ഗ്ലാസ് തോതിൽ ഞാൻ നൂൽപുട്ടിന്റെ എല്ലാ ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നാക്കി വാട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു ഷീറ്റ് ഇട്ടാണ്ട് ഇതിൽ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ വല്ലാതെ തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. വാട്ടിയെടുക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ, അധികം വെട്ടി തിളക്കൊന്നും വേണ്ട. ചെറുതായിട്ട് തിളക്കാൻ നേരത്തെ നമുക്ക് ഈ ഒരു പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണ പോവുകയാണെങ്കിൽ ചേർത്തിക്കാണ്ട് നമുക്കിത് ആക്കി വാട്ടിയെടുക്കട്ടോ. പിന്നെ വല്ലാതെ വാട്ടും വേണ്ട. പിന്നെ ഇത് നന്നാക്കി നല്ല കുഴച്ചെടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഇതാക്കിക്കാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ അജിതുമോൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ചോദിച്ചു കാണ്ട് ഓന് ക്ലേ ഉണ്ടാക്കാനാണ്. ക്ലേ വേണം. അപ്പോൾ എനിക്ക് ഈ ഒരു ചപ്പാത്തിപ്പൊടി പത്തിരിപ്പൊടി ഇതൊക്കെ കുഴക്കുമ്പോൾ ഒരു സൗകര്യം ഉണ്ടാവില്ല. അവന് എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ നൂലപ്പം ഇങ്ങനെ ചുട്ടെടുക്കണം നമ്മളതിൽ. അപ്പോൾ 7 ആയിട്ട് കറക്കുന്ന ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റോറേജ് ഫുള്ളായിക്കാണ്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ഫോണിൽ ഇരുന്നിക്കാണ്ട് പിന്നെ അതൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോഴൊക്കെ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ നൂലപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയും കഴിക്കാനൊക്കെ അത് പറ്റുമ്പോൾ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ ഇന്ന് എല്ലാവരും കുട്ടികളൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ പറ്റിട്ടോ, അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് തേങ്ങാപ്പാലും ഒക്കെ റെഡിയാക്കിയാണ് ഞാൻ ഇതാക്കേണ്ടത്. തേങ്ങാപ്പാൽ റെഡിയാക്കിയത് എങ്ങനെയാ വെച്ചാൽ തേങ്ങ മിക്സിന്റെ ജാറിലിട്ട് ചരിഞ്ഞ് വെച്ച തേങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ അത് മിക്സിന്റെ ജാറിലിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒരു ഏലക്കായി, തേങ്ങാപ്പാലാകുമ്പോൾ ഒരു കുത്തലും ഇതൊക്കെ വരില്ല. ആ കുത്തലൊന്നും ഇല്ലാതെ ഏലക്കായി ഇട്ടെടുത്ത് പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വൈകുന്നേരം രാത്രി കുറച്ച് പഠിക്കാൻ പറയുമ്പോൾ ഞാൻ വല്ലാതെ വാശി പിടിച്ച് പഠിപ്പിക്കാൻ ഞാൻ പറയാറില്ല കേട്ടോ. അപ്പോൾ ഓൻ ചെയ്യുന്നത് ചെയ്യട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഓൻ എന്തൊക്കെ ചിത്രം വരയ്ക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. പിന്നെ ഓനോട് തോന്നുന്നു പഠിക്കാൻ. അപ്പം ഇങ്ങനെ ഷോപ്പിങ്ങിലൊക്കെ പറഞ്ഞാലും കേൾക്കും. ചിലപ്പോൾ ഞാൻ ടയേർഡാണ് ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് വെക്കൂട്ടോ. പിന്നെ നീണ്ട ക്ഷീണൊക്കെ മാറിയിട്ട് പഠിച്ചോളിട്ടോ പറഞ്ഞാൽ അങ്ങനെ അതേപോലെ ചെയ്യും. കുറേശ്ശെ പിന്നെ ഓൻ ചെയ്യും കേട്ടോ. പിന്നെ നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും പത്തിരിപ്പൊടിയുടെ നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ചപ്പാത്തിപ്പൊടിയുടെ നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അവൾക്ക് ഇത് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി വിചാരിച്ചിട്ട് അപ്പോൾ കറി ഉണ്ടാക്കി. അപ്പം അവളെ തന്നെ ഒറ്റക്ക് ടൊമാറ്റോ കൊണ്ട് തക്കാളി കൊണ്ട് ചെറുതായിട്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് ഇന്ന് ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചക്ക ഇട്ടതാണ് കേട്ടോ. ചക്ക ഇട്ട് അപ്പോൾ എനിക്ക് ചക്കൻ്റെ കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഒരു വീഡിയോ എടുക്കാനൊരു മോഡിലും അല്ല. സാധനം വാങ്ങാൻ പോയിക്കാണ്ട് ആകെ എന്തൊക്കെ ഒരു ഉഷാറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതാ സാധനം വാങ്ങാൻ പോകുന്നതിൻ്റെ ഇടയിൽ മിന്നക്കുണ്ടായൊരു അനുഭവമാണ് കേട്ടോ. പെട്ടെന്നാണ് ഓള് പോയി. എന്തൊക്കെ ഒരു പോകുന്നതിൻ്റെ ഇടയിൽ ചാണകം, ഭയങ്കര ചാണകം ഉണ്ടായിരുന്നു. ആ ഒരു ചാണകത്തിൽ ഞാൻ ഇപ്പോൾ കണ്ടതാണ്. അതിക്ക് ചാടല്ലേ പറഞ്ഞു കറക്റ്റായിട്ട് ഒരു കല്ല വിചാരിച്ചിട്ട് ആ ചാണകത്തിൽ ഒന്നും ചാടി കേട്ടോ. കുറുക്ക് വഴിയൊക്കെ പിടിച്ച് പോയതിന് അത്രക്കും നേരണ്ട് കണക്കായി. പിന്നെ അതൊക്കെ കഴുകി വന്നിക്കാണ്ട് ആകെ ടൈം എടുത്തു കേട്ടോ. അപ്പൊ കഴുകാൻ പോയി. ഓള് ഇത് കഴിക്കിട്ടൊന്നുമില്ല. ഓള് ആദ്യം ഈ ഷൂ ഇട്ടുകാണ്ട് പിന്നെ ഓളതടെ കാലും ഇതൊക്കെ കഴിക്കാണ്ട് ഷൂ അവിടെ വെച്ചുകാണ്ട് ഓള് വേറൊരു ചെരുപ്പ് ക്രോപ്സിന്റെ ചെരുപ്പ് എടുത്തുകാണ്ട് ഓള് പോന്നു. അങ്ങനെ വന്നുകാണ്ട് ഞാൻ പിന്നെ വെളുപ്പില്ലതൊക്കെ കൊടുത്തുകാണ്ട് ഞാൻ കുളിക്കാൻ നേരത്ത് ഇത് കഴുകിയെടുക്കേണ്ട. അപ്പോൾ അത് ഞാനവിടെ പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മഴ പെയ്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ ചളിയും ഇതൊക്കെ ചാണകം ഇതൊക്കെ പോയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ മഴയൊക്കെ പെയ്തതുമില്ല. അപ്പം അങ്ങനെ ഞാനിതാ കുറേ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് മണ്ണിലൊക്കെ ആക്കിയാണ്ട് ഞാൻ കളയട്ടോ. അപ്പം ഇങ്ങനെ മണ്ണാക്കി കളയണമെന്നില്ല, എന്നാലും ഒരു സമാധാനത്തിൽ നല്ലോണ്ട് പോയി കിട്ടിക്കോളും വിചാരിച്ചിട്ട്. പിന്നെ അതിപ്പം ഇത് നായ്ക്കളൊന്നും ആക്കി തൊട്ടതൊന്നും അല്ലല്ലോ. നായ്ക്ക ആകുമ്പോഴല്ലേ മണ്ണിൽ ഈ പ്രാവശ്യമൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അങ്ങനെ അതൊന്നൊരു ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ ബ്രഷൊക്കെ ഇട്ടുകാണ്ട് സാബുവിന് ബ്രഷ് കൊണ്ട് നന്നാക്കിയിട്ട് ഉരച്ചിക്കാണ്ട് ഇതാക്കിയിട്ട് ബ്രഷ് ഇട്ടുന്നുണ്ട് സാബുനൊക്കെ ഇട്ടാണ്ട് കേക്ക് എടുക്കാം കേട്ടോ. ഇത് പിന്നെ ഉള്ളിലേക്ക് പിന്നെ സാധാ ബ്രഷ് ഈ ഒരു ബ്രഷ് പോകില്ല. അതുകൊണ്ട് സാധാ ഒരു ചെറിയൊരു ബ്രഷ് എടുത്തുകൊണ്ട് ഉള്ളൊക്കെ നന്നാക്കി കേക്കിയിട്ട് ഇത് ഉണക്കാൻ വെക്കണം കേട്ടോ.
അവൾക്കിത് കഴുകാനൊന്നും ആകൂല, അവൾക്കൊരു മടി. അപ്പോൾ ഞാൻ തന്നെ എന്തായാലും കുളിക്കാനും പോകാൻ ടൈമായി. അപ്പൊ ഞാൻ തന്നെ കേക്ക് വെക്കാൻ വിചാരിച്ചു. അവളോടൊക്കെ പറഞ്ഞില്ലേറെ നല്ലത് ഞാൻ തന്നെ വെക്കാൻ വിചാരിച്ചാണ്ട് കേക്ക് കാണ്ട് വെച്ചെടുക്കട്ടെ. അപ്പൊ ഓക്ക് ഇത് ഞാൻ ചെരുപ്പിടൂല, ഞാൻ ആ ചെരുപ്പിടൂല എന്നൊക്കെ പറയുന്നേ. ഒരു കുഴപ്പമില്ല, ആ ചെരുപ്പിനെ ഇട്ട് പോയാൽ മതി എന്നാണ് ഞാൻ നന്നാക്കി എന്നാണ് കേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോഴിതാ കുളിയും ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ എന്താ വെച്ചാല് നമ്മളെ ചക്കക്കൂട്ടാനൊക്കെ ചോറും കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചപ്പോൾ മിന്നുവിനാണെങ്കിൽ ചക്കക്കൂട്ടാനും പറ്റൂല. അപ്പൊ അവൾക്ക് എന്തെങ്കിലും എന്താ തക്കാളി കൂട്ടാൻ മതി എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഞാൻ പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചാലായിട്ട് നിസ്കരിക്കാൻ പോയത്. അങ്ങനെയാണ്. അപ്പൊ അവൾക്ക് ഇത് വേണ്ട. പിന്നെ ഇതിന്റെ ഫ്രൈ എന്താ ചക്കപ്പൊരിയൊക്കെ എടുത്തുകാണ്ട് കുട്ടികൾ അപ്പൊ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഈ ഫുഡൊക്കെ ഇത് വേണ്ട. ജിതുമോനാണെങ്കിൽ ഈ കൂട്ടാനും കൂട്ടിക്ക് എന്താ ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇതാ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷെർബീസ് ടൈം പാസ് ഒന്നില് അടിച്ചൊക്കെ കിട്ടും. കുറച്ച് മുമ്പ് ഇട്ടതാണ്. പിന്നെ തന്നെ പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഒന്നാമതൊരു ഉഷാറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ അപ്ലോഡ് ആക്കാനുള്ള വീഡിയോ ഉണ്ടോ. അപ്പം ഗോതമ്പ് നൂഡിൽസ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ എന്താണ് നാളെ കണ്ടു കേട്ടോ. അപ്പൊ ഈ വീഡിയോ എന്റെ ഫോണിൽ സ്റ്റോറേജായി ഫുള്ളായി ഇങ്ങോട്ട് പോകുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഏതായാലും എഡിറ്റ് ഒക്കെ ചെയ്യാണ്ട് കുറച്ച് പണികളും കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ ബൈ. താങ്ക് യു.